അക്യുറേറ്റിൽ 2017 അക്യുറേറ്റിന് പാസ്ഡ് ഔട്ടായി. അത് കഴിഞ്ഞ് മെഡിക്കൽ കോഡിംഗ് ഫീൽഡിൽ ഒരു 5 or 6 years, 8 years എക്സ്പീരിയൻസ് ആയിരിക്കുന്ന ഗായത്രീനെ മീറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പം ഗായത്രിയുടെ ഈ 8 years എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാണ്. ഒരു മെഡിക്കൽ കോഡർ ലൈഫ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. ഹായ് ഗായത്രി. ഹായ്. ഗായത്രി ഇപ്പോൾ ഒരു മെഡിക്കൽ കോഡിംഗ് ഇൻഡസ്ട്രി പൊതുവേ എല്ലാവർക്കും ഒരു പുതിയതാണെന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഞാൻ സംസാരിക്കുന്നവർക്കൊക്കെ മെഡിക്കൽ കോഡിംഗ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിലൊരു 8 വർഷം എക്സ്പീരിയൻസ് ആയിട്ടാണ് ഗായത്രി ഇരിക്കുന്നത്. അപ്പം ഗായത്രിക്ക് അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് ഗായത്രി എന്താ ചെയ്യുന്നത് കരിയറിൽ എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എനിക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു 8 വർഷം മുന്നേ. കാരണം BSc ബയോകെമിസ്ട്രി ആയിരുന്നു ഗ്രാജുവേറ്റ് ആയത്. അപ്പം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്, MSc എടുക്കണം, MSc എടുത്തിട്ട് എന്ത് ചെയ്യും. ബയോകെമിസ്ട്രീൻ്റെ ഒരു പ്രത്യേകത, ബയോകെമിസ്ട്രിക്ക് വളരെ കുറഞ്ഞ സീറ്റുകളെ MScക്ക് നമ്മുടെ നാട്ടിലുള്ളൂ. പിന്നെ അത് പുറത്ത് പോയി പഠിക്കണം. എല്ലാം സെൽഫ് ഫിനാൻസ് കോളേജാണ്. അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട്, ഹൈലി പെയ്ഡാണ് സെമിസ്റ്റർ ഫീസ് വരുന്നത്. അപ്പം അത് വളരെ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഡിഗ്രി കഴിഞ്ഞ്. അതെ, എന്ത് ചെയ്യണം. ഇപ്പം ഞാൻ കുറച്ച് റൂറലായ ഏരിയയാണ് വരുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ PSc കോച്ചിങ്ങിന് പോവുക, പിന്നെ PSc അതൊരു നല്ല കാര്യം തന്നെയാണ്, ജോബ് സെക്യൂരിറ്റി ആണ്. പക്ഷെ അതിനൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അതായത് എപ്പോൾ കിട്ടും പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫിനാൻഷ്യലി എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് സ്റ്റേബിൾ ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിരുന്നു. ഫാമിലിയിലെ എൽഡറാണ്. അപ്പം അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിരുന്നു. അപ്പോഴാണ് എനിക്ക് കോഡിങ് എന്താ ഒന്നും അറിയാതെ എനിക്കൊരു സജഷൻ വരെയാണ്. എൻ്റെ തന്നെ മാം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പം ആ ഒരു സമയത്ത് അതൊക്കെ അങ്ങനെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ജോലി ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. എനിക്കത് നല്ലൊരു ഓപ്ഷൻ ആണല്ലോ. അതെ അതെ, ഒരു 2017 കേട്ടിട്ടേ ഇല്ല എന്താണ് വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു സംഭവത്തിനെ പറ്റി. അങ്ങനെയാണ് കോഴിക്കോട് വന്ന് അക്യുറേറ്റിൽ വരുന്നത്. പിന്നെ മാമിൻ്റെ ഗൈഡിങ്ങിലാണെങ്കിലും ഇതെന്താന്ന് പറഞ്ഞപ്പം ഓക്കെ, ഇനിയുള്ള കാലത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് IT പ്രൊഫഷണൽ ആയിരിക്കും നമുക്ക് സ്യൂട്ടബിൾ ആവുക, അതായിരിക്കും കുറേ എലാബറേറ്റ് ചെയ്യാൻ പോവാണ്, ഡെവലപ്പ് ആവാൻ പോവാണ്. ആ ഒരു വിശ്വാസത്തിലാണ്. ഇതിന് മുന്നേ ചെയ്തവരെ അറിയില്ല, ജോലിനെ പറ്റി കേട്ടിട്ടില്ല. ആ ഒരു സമയത്ത് ജോലി കിട്ടണം എന്നുള്ള ഒരൊറ്റ ഇതിൻ്റെ പുറത്താണ് ചേരുന്നത്. ഫസ്റ്റ് ബാച്ചുമാണ്. അപ്പം ആദ്യം എക്സാം എഴുതുന്നു, പാസ്സാവുന്നു. ഫസ്റ്റ് വീക്ക് തന്നെ ഇന്റർവ്യൂ കിട്ടുന്നു. അവിടെ ആയിരുന്നു ഒരു സന്തോഷം. കാരണം കഴിഞ്ഞ ആ വീക്ക് തന്നെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇന്റർവ്യൂ പാസ്സാവും എന്നുള്ളതിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ലൈഫിൽ ആദ്യമായിട്ട് കോളേജിലെ വൈവ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അതിൽ സെലക്ട് ആവുന്നത് അതൊരു ഇന്റർനാഷണൽ കമ്പനി. അതെ, ഇന്റർനാഷണൽ കമ്പനി ആയിരുന്നു. ആ കമ്പനിയെ പറ്റി മാത്രമേ കേട്ടിട്ടും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ഒരു ഫ്രഷറായിട്ട് അവിടെ കയറി, ഒന്നും അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. പക്ഷെ ഇത്രയും നല്ലൊരു കമ്പനിയിൽ കയറിയത് കൊണ്ട് തന്നെ ഒരു നല്ലൊരു ബേസിക് നോളജ് ഉണ്ടായി കോഡിങ്ങിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും. നല്ലൊരു പോസ്റ്റിലേക്ക് തന്നെ കയറി 4 years കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്തു. കാരണം എപ്പോഴും വേറെ മാറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലും നല്ലൊരു ഓഫറിന് വേണ്ടി ട്രൈ ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കെപ്പോഴും കൂടുതൽ ലൈഫിന്റെ സ്റ്റാറ്റസും മാറുന്നുണ്ട്. അപ്പം നല്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്യാന്നുള്ളത് എനിക്കും ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ കൊറോണ കഴിഞ്ഞ സമയത്താണ് 2 വർഷം വർക്ക് ഫ്രം ഹോം ആയി. കൊറോണയുടെ സമയത്ത് 2022 വരെ 19 തൊട്ടിട്ട് 22 വരെ വർക്ക് ഫ്രം ഹോം ആയി. പിന്നെ നമ്മളൊരു സേഫ് സോണിലാണ് ഉള്ളതെന്ന് തോന്നിയപ്പോഴാണ് അതൊന്നും ബ്രേക്ക് ആക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു വൈഡ് ഏരിയ ഉണ്ട് കോഡിങ്ങിന്. UAE പോയി കഴിഞ്ഞാൽ നല്ലതുണ്ട്. അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മാമിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് മാറണം. ഈ പുതിയൊരു എപ്പോഴും വിളിക്കുമ്പോൾ മാം പറയുന്ന കാര്യം അതാണ്, ഒരു സ്ഥലത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പാടില്ല, ചാടിക്കൊണ്ടിരുന്നാൽ നമുക്കിങ്ങനെ ഹയർ പോസ്റ്റിലോട്ട് കയറാമെന്ന്. അങ്ങനെയാണ്
അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് ദുബായിലേക്ക് പോകാനുള്ള ഓപ്ഷൻ എടുക്കുന്നത്. അതും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്നുള്ള ഒരു പിന്നെ കൂടുതൽ എക്സ്പീരിയൻസ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. അങ്ങനെ എൻ്റെ PF-ലെ തന്നെ പൈസ കൊണ്ട് ഞാൻ തന്നെ വിസ ടിക്കറ്റ് എടുത്ത്, വേറൊരു ഐഡിയ ഇല്ല, UAE ആരും ഇല്ല, അറിയുന്ന ആളുകളില്ല, എനിക്ക് വേറെ കോണ്ടാക്റ്റുകളൊന്നുമില്ല. കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചു, റൂമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ വിസിറ്റ് വിസയ്ക്കാണ് UAE പോകുന്നത്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ ഈ ലിങ്ക്ഡിൻ പോലത്തെ വെബ്സൈറ്റിലും കാര്യങ്ങളിലൊക്കെ രജിസ്റ്റർ ചെയ്തു. അതെല്ലാവർക്കും അറിയണം എന്നുണ്ടാവും. ഇപ്പൊ പല കുട്ടികളും ദുബായിൽ പോകാൻ ആഗ്രഹമുണ്ട്, ഇവിടെ എവിടെ പോയി എങ്ങനെ സെർച്ച് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയി നിൽക്കുന്ന, ധൈര്യം ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഗായത്രി എങ്ങനെയാ എന്തൊക്കെയാ ചെയ്തെന്ന് ഷെയർ ചെയ്യും. അത് എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ, നമ്മളെ റെഫർ ചെയ്താലേ ജോലി കിട്ടുള്ളൂ. ഞാൻ കണ്ടത് അങ്ങനെയാണ്. കല്യാണം കഴിച്ചിട്ട് ഹസ്ബൻഡിന്റെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോകുന്നു, ആരെങ്കിലും റെഫർ ചെയ്യുന്നു. അതൊക്കെയാണ് ഞാനും കണ്ട് ശീലിച്ചത്. എൻ്റെ മനസ്സിലതായിരുന്നു. അപ്പം പക്ഷേങ്കിൽ ദുബായിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട്, ദുബായിന്റെ അല്ല UAE മൊത്തത്തിലെ പ്രത്യേകത ആയിരിക്കണം, നമ്മൾ സെർച്ച് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ജോലി നമ്മളെ തേടി വരും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. അവിടെ ഇൻഡീഡ്, അത് ലിങ്ക്ഡിൻ, ഇതൊക്കെ അവിടെ ഭയങ്കര ആക്റ്റീവായ സൈറ്റുകളാണ്. ഞാൻ അവിടെ 2 സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും എനിക്ക് കിട്ടിയത് ഇൻഡീഡ് വഴിയാണ്. അതില് വേറെ ഒരാളുടെ റെഫറൻസ് ഉണ്ടായിരുന്നില്ല, ആരും എനിക്ക് റെഫർ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ചെന്നു 13 ദിവസമേ ഞാൻ സെർച്ച് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ആ 13 ദിവസം, ആദ്യത്തെ 3 ദിവസം ഒഴിച്ച് 4ാമത്തെ ദിവസം മുതൽ ഞാൻ ഗൂഗിളിൽ ഏത് ഏരിയയിലാണ് ക്ലിനിക്കുകൾ, ഹോസ്പിറ്റലുകൾ ഉള്ളത്. അവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ക്ലിനിക്, ഹോസ്പിറ്റലാണെങ്കിൽ അത് മുഴുവൻ ഹോസ്പിറ്റൽ ഏരിയ ആയിരിക്കും. ഒരു വേറെ എന്തെങ്കിലും ഒരു ഏരിയ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ എന്താണോ അത് തന്നെയായിരിക്കും. ക്ലിനിക്കുകൾ ഇപ്പോൾ എസ്തെറ്റിക് ക്ലിനിക്സ് ആണെങ്കിൽ അത് മാത്രമായിരിക്കും, ഡെന്റൽ ആണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന CV-കൾ നടന്നു പോയി, ഡയറക്ട്ലി പോയി എല്ലാ ക്ലിനിക്കുകളിലും എല്ലാ ഹോസ്പിറ്റലിലും കൊടുത്തു. HR-മാരെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ എല്ലാവരും എനിക്ക് അറിയുന്ന കുറച്ച് പ്രൊഫഷണൽ ആളുകളോട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് മോർണിംഗ് ടൈമിൽ HR വളരെ ആക്റ്റീവായിരിക്കുന്ന സമയത്ത്, റിക്രൂട്ടേഴ്സ് ആക്റ്റീവായ സമയത്ത് അവർക്ക് നിങ്ങളുടെ CV പോകണം. മെയിൽ ത്രൂ ആണെങ്കിലും അത് പോകണം, നിങ്ങളെ കോൾ ആണെങ്കിൽ അപ്പൊ പോകണം. ആ ഒരു ഫ്രഷ്, അതൊരു പോയിന്റാണ്. അത് എനിക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു റിക്രൂട്ടിംഗ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മൾ ആ ഫ്രഷ് ടൈമിൽ കിട്ടുന്ന CVs ആണ് നമ്മൾ കൂടുതൽ നോട്ട് ചെയ്യുക. അപ്പം അത് രാത്രി കിടക്കുമ്പോൾ മെയിലിൽ സെറ്റ് ചെയ്ത് വെക്കും. ടൈം നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 9:30 ഒരു 10:30 ഇടയിൽ എല്ലാ HR-ലേക്കുള്ള മെയിലുകൾ അയച്ചു. പിന്നെ ഫോൺ ചെയ്തു. പിന്നെ ഒരു 2 hours എങ്കിലും രാവിലെ ഇൻഡീഡിൽ ആക്റ്റീവ് ആവുക എന്നുള്ളത്. ഇൻഡീഡിൽ ആക്റ്റീവ് ആവുക, ഇൻഡീഡ് എന്ന് പറയുന്ന ഇതിന്റെ പ്രശ്നം, നമുക്ക് നമ്മുടെ ഒരു സ്റ്റാറ്റസ് മനസ്സിലാവും. നമ്മളൊരു CV അയക്കുന്നു, നമ്മുടെ റെസ്യൂമെ എവിടെയെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ HR അത് ഓപ്പൺ ചെയ്തു, അവർ റിയാക്ട് ചെയ്തു, അറിയാൻ പറ്റും. അവർ റിജക്ട് ചെയ്താൽ അറിയാൻ പറ്റും. അപ്പം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് റെസ്പോൺസ് നമ്മളതാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് കിട്ടുന്നതായിരിക്കും അവർ നോക്കുക. അപ്പം ആദ്യം പോസ്റ്റുകളെ നമ്മൾ കാണുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റിട്ട് എന്തൊക്കെ മെഡിക്കൽ കോഡിങ്ങിന്റെ പോസ്റ്റ്, നമ്മുടെ ലൈഫ് സയൻസ് ആണെങ്കിൽ ലൈഫ് സയൻസിന് കൊടുക്കാം, മെഡിക്കൽ കോഡറിനാ വേണ്ട അത് കൊടുക്കാം, ഏരിയ നമുക്ക് കൊടുക്കാം. ഡെയിലി അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അത് ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് വന്ന കോളുകൾ. അപ്പോൾ ഒരു 13 days ആയപ്പോഴേക്കും എനിക്ക് 3 ഇന്റർവ്യൂ കിട്ടി. 3 ഇന്റർവ്യൂല് 2 ഞാൻ പാസ്സായി. അതിലവർ 2 എന്നെ വിളിച്ചു. അതിൽ എനിക്ക് കൺവീനിയന്റ് ആയ സാലറി പാക്കേജിലായിരുന്നു. ഒരു 4,000 ദിർഹത്തിനാണ് ഞാൻ ഫസ്റ്റ് കയറുന്നത്. അതൊരു ക്ലിനിക്കൽ ഇൻഷുറൻസ് കോർഡിനേറ്റർ ആയിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം അവിടെയുള്ള ഒരു ഫ്രഷർക്ക്, നാട്ടിൽ നിന്ന് പോയൊരു ഫ്രഷർക്ക് അത് 4,000 ഒരു ബേസിക് നല്ല സാലറി ആണെന്നുള്ളതിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്തവരെയാണ്. എൻ്റെ പോസ്റ്റ് ഇവിടുന്ന് ചെയ്ത വർക്ക് ആയിരുന്നില്ല, ലാംഗ്വേജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സർവൈവ് ചെയ്യും എന്നുള്ളത് എനിക്കത് മനസ്സിലായി. അതൊക്കെ ഒരു കടലിൽ കൊണ്ടോട്ടെ. എനിക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് എത്ര പറഞ്ഞാലും നമുക്ക് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്, കേട്ടാ മനസ്സിലാവുന്നുള്ളൂ.
അപ്പം ഹിന്ദി ഒരു ഭയങ്കര ഇതായിരുന്നു, കാരണം ഒരു അവിടെയുള്ള വർക്കേഴ്സ് വരുന്ന ഒരു ക്ലിനിക്കായിരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും പെട്ടെന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കായൊരു സ്ഥലത്ത് എനിക്കിത് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റുമെന്നുള്ള സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷൊക്കെ പുറത്തു വരും. അങ്ങനെയാണ് ഞാൻ ലാംഗ്വേജിൽ ഓക്കെ ആവുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കിട്ടാത്ത ലൈസൻസ് കാര്യങ്ങൾ അവിടെ ഉണ്ട്. പല അവിടുത്തെ DHAയുടെ കാര്യങ്ങളാണെങ്കിലും ഇവിടെ നമുക്കൊരു പെരിഫറലായ സാധനങ്ങളെ നമ്മളൊരു ഫ്രഷർ എന്ന നിലയിലുണ്ടായിരുന്നു. അവിടെ എൻ്റെ ഒരു ക്ലിനിക്കിനായിരുന്നു നമ്മൾ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ആദ്യം എന്നെ ഇട്ടത് റിസപ്ഷനിലാണ് ഒരു മാസം. എന്താണ് അവിടുത്തെ പ്രോസസ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് എന്താണ് പേഷ്യന്റ് കോർഡിനേഷൻ, എന്താണ് പേഷ്യന്റ് വന്ന് ചെയ്യുന്നത്. ഇവിടെ ആകുമ്പോൾ നമ്മൾ ഒരു പ്രോസസ് ആയിരുന്നു ചെയ്യുന്നത്. അവിടെ ആകുമ്പോൾ എന്താണ് മൾട്ടിപ്പിൾ കാര്യങ്ങളെ, അതെ, എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നതിൽ ഒരു ക്ലിനിക്കിൽ നടക്കുന്നതെന്നുള്ള മുഴുവനായിട്ടുള്ള ഒരു ധാരണ എനിക്കുണ്ടായി. അങ്ങനെ ഞാനത് അവിടെ നിന്നാണ് പഠിക്കുന്നത്. അതെ, ദുബായ് കോഡിങ് തുടങ്ങുന്നത്. അതില് സബ്മിഷൻ മാത്രമായി, കോഡിങ് മാത്രമായിരുന്നില്ല, അപ്രൂവൽ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ സബ്മിഷൻ ചെയ്തു, റീസബ്മിഷൻ ചെയ്തു, എല്ലാം ഞാൻ ചെയ്തു. കൂടാതെ നമുക്ക് ഈ ഇൻഷുറൻസ് കമ്പനികളൊക്കെ പേരുകൾ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ, അവരുടെ റൂൾസും. അവരുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട്, എംപാനൽമെന്റ്, നെറ്റ്വർക്ക് ആയിട്ട് ബന്ധപ്പെടാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് ഭാഗമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതെ, ഒരു വർക്ക് ഫ്ലോ നമുക്ക് മുഴുവനായിട്ട് മനസ്സിലായി എന്നുള്ളതാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇതിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള, അവിടെ ബോണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര നാളുണ്ടായിരുന്നു ആ ഇനീഷ്യൽസ്? ഞാൻ 7 months ആകുമ്പോഴേക്കും, അതെ 7 months ആകുമ്പോഴേക്കും നല്ല ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങി. ഞാൻ അപ്പോഴും ഇൻഡീഡിൽ ആക്റ്റീവ് ആയിരുന്നു. അതെ, അതായിരുന്നു. ഞാൻ ഇൻഡീഡിൽ സെർച്ച് ചെയ്യുന്നതാണെങ്കിലും എന്റെ CV അപ്ഡേറ്റ് ചെയ്യുന്നതാണെങ്കിലും ലിങ്ക്ഡിനും നല്ലപോലെ അവിടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ അത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ എപ്പോഴും മാനേജേഴ്സായിട്ട് കണക്ട് ചെയ്യരും, മെസ്സേജ് അയക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇൻഡീഡിൽ ഞാൻ ഡെയിലി എൻ്റെ CVs ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ ചെയ്യുന്ന പുതിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ CV-ൽ അത് ആഡ് ചെയ്യും. ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് രണ്ടാമത് നല്ലൊരു ഓപ്ഷൻ എനിക്ക് വന്നത്. അതൊരു ആ ഇന്റർവ്യൂവിന് പോയി. പിന്നെ ഇന്റർവ്യൂകളായിരുന്നില്ല, ഡിസ്കഷൻസ് ആയിരുന്നു. നമ്മൾ പിന്നെ അവിടെ പോകുന്നു, നിങ്ങള് ഈ നോർമൽ ഇന്റർവ്യൂ എന്ന് മാറി സെൽഫ് ഇൻട്രഡക്ഷനും കാര്യങ്ങളൊന്നുമില്ല, എന്താ ചെയ്യുന്നത്, ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയായിരുന്നു. അത് ഗായത്രീന്റെ സ്കിൽസ് എന്തൊക്കെയാന്ന് അവരറിയാൻ ശ്രമിച്ചത്. അതെ, എനിക്ക് എന്തൊക്കെ അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നെ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓക്കെ, ഇനി നമ്മളൊരു നെക്സ്റ്റ് ലെവലിലോട്ട് മാറി, നമ്മള് ഇനി പഴയ പോലെ എനിക്ക് ഡിമാൻഡ് ചെയ്യാം, ഓക്കെ, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അങ്ങനെ ചോദിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് രണ്ടാമത്തെ. അതൊരു യൂറോപ്യൻ ക്ലിനിക് ആയിരുന്നു. കംപ്ലീറ്റ്ലി യൂറോപ്യൻസിനെയും അറബ്സിനെയും മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രീമിയം ക്ലിനിക് ആയിരുന്നു. അപ്പൊ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഒരു ബേസിക് സാലറി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ മേലോട്ടാണ് അവർ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പം അതെനിക്ക് നല്ല പേയ്മെന്റ് എനിക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഡബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അതെ. അപ്പം പിന്നെ എന്ന് പറഞ്ഞാല് ഇതുപോലെയല്ല, ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയല്ല, ഹൈ എൻഡ് നെറ്റ്വർക്കാണ്. ഞാൻ ഡീൽ ചെയ്യുന്നതെല്ലാം വലിയ എമൗണ്ടുകളായിരിക്കും. അങ്ങനെ ഒരു ക്ലിനിക്കിലോട്ട് ഞാൻ പിന്നെ മാറിയത്. അപ്പൊ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം അവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും ഞാൻ ഇടപെടുന്ന പേഷ്യൻസ് ആണെങ്കിലും ഹൈ പ്രൊഫൈൽ ടീംസ് ആയിരിക്കും. പൈലറ്റ്, അതുപോലെ അത്ലറ്റ്സ്, അങ്ങനെയുള്ള ടീംസിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു ക്ലിനിക്കാണ്. പിന്നെ അത് അഡ്മിൻ കം ഇൻഷുറൻസ് കോർഡിനേറ്റർ ആയിരുന്നു എന്റെ പോസ്റ്റ്. പ്യോർ കോഡിംഗ് മാത്രമല്ല, അവിടെ നമ്മൾ എൻ്റെ ഡോക്ടേഴ്സിന്റെ EMR കാര്യങ്ങള് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അണ്ടർ DHAയുടെ എല്ലാ അവിടെ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ മുഴുവൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ നല്ലപോലെ നോക്കിയില്ലെങ്കിൽ നല്ല ഫൈൻ കിട്ടുന്ന സ്ഥലമാണ്. ഫൈനിന്റെ കാര്യത്തിൽ ദുബായ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അവിടെ അത് ഭയങ്കരമായിട്ട് നോക്കണം. കാരണം നമ്മൾ എല്ലാം ഹൈ എൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഫൈന് വരുമ്പോഴും അതേ റേറ്റിലായിരിക്കും. ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിരുന്നു.
പിന്നെ ഒരു വർക്കേഴ്സിനോട് നമ്മൾ ഡീൽ ചെയ്യുന്ന രീതിയും ഹൈ പ്രൊഫൈലിൽ ആളോട് ഡീൽ ചെയ്യുന്ന രീതിയിലും മാറ്റി. കാരണം അവർ ഭയങ്കര അവെയറാണ്. അവരെ ഇൻഷുറൻസ് എന്താന്ന്, അല്ലെ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഭയങ്കര അവെയറായ ആൾക്കാരാണ്. അവരോട് നമുക്ക് വെറുതെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ എനിക്ക് ഡയറക്റ്റ് പേഷ്യന്റുമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ജോബ്. അപ്പം റിസപ്ഷൻ ടീമിനെ നമ്മളാണ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യം. അപ്പം എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ റൂമിലേക്കാണ് അവർ ഡിവൈറ്റ് ചെയ്ത് വിടുക. അപ്പം ഞാൻ ഫുള്ളി കോൺഫിഡൻ്റ് ആയിരിക്കണം എന്ത് പറയണം, എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തില്. അതിൽ പക്ഷെ അവിടെയാണ് ഞാൻ ശരിക്കും എന്താ പറയാ, ആദ്യം ഇത്ര എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി. പക്ഷെങ്കിൽ ഒരു ക്ലയന്റ് റിലേഷനും കൂടെ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോഴും ഞാൻ ഓക്കെ ആയി. എനിക്ക് മനസ്സിലായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാരണം അവിടെ ആരെയും ഞാനൊരു നമ്മളെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ല. ഓക്കെ, ഇതൊരു എന്താണ് ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ഒക്കെ സെർവ് ചെയ്യുന്ന ആളാണെന്നുള്ള രീതിയിലേ അവർ നമ്മളോട് ബിഹേവ് ചെയ്യുള്ളൂ. റഷ്യൻസ് ആണെങ്കിലും ആഫ്രിക്കൻസ് ആണെങ്കിലും അറബ്സ് ആണെങ്കിലും അവർക്കറിയാം അവർ പേ ചെയ്തിട്ട് അവരെ സെർവ് ചെയ്യേണ്ട ആൾക്കാരാണ്. നമ്മൾ നല്ല ധാരണയുള്ള ആൾക്കാരാണ് അവര്. മറ്റുള്ള ആൾക്കാരെ വർക്കേഴ്സ് അങ്ങനെയല്ല, നമ്മൾ അവർക്ക് മേലെ നിൽക്കുന്ന ആരോ എന്നുള്ളത്. പക്ഷെ ഇവരെടുത്ത് അങ്ങനെ അതല്ല, അവർക്കറിയാം അവരുടെ. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് ഫുള്ളി പെർഫെക്റ്റ് ആയാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. റിലേഷൻ മാനേജ്മെന്റ് നന്നായി. അതെ, ലാംഗ്വേജ് ആണെങ്കിലും അതിപ്പോ റഷ്യൻസിനോട് നമുക്ക് റഷ്യൻ ഇംഗ്ലീഷ് ഒന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഞാൻ സീരീസ് ഒന്നും അപ്പൊ കണ്ടു തുടങ്ങിയിട്ടില്ല, എനിക്കറിയില്ല. പിന്നീട് അതും കാണാൻ തുടങ്ങി. അപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തില്. പക്ഷെ ഞാനത് ഓക്കെ ആയി. അവിടുന്ന് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വന്നു. ഓക്കെ, ഇനി ഞാനിത് ചെയ്യും. എനിക്ക് പിന്നെ ഒരു ഇന്റർവ്യൂകളും പേടിയുണ്ടായിരുന്നില്ല. ഒരാളോട് സംസാരിക്കാൻ, ഒരു സ്ട്രേഞ്ചറോട് ഇപ്പൊ ഞാൻ ആ ഒരു കോൺഫിഡൻസിലാണ്. ഒരു സ്ട്രേഞ്ചറോട് സംസാരിക്കാനും എനിക്ക് അത് ഏത് ഭാഷയിലുള്ള ആളാണെങ്കിലും എനിക്ക് ആ കോൺഫിഡൻസ് അത് അവിടെ നിന്ന് ഞാൻ മേക്ക് ചെയ്തത്. പിന്നെ കോഡിങ്ങിന്റെയും ഒക്കെ ഭാഗത്തോട് വരികയാണെങ്കിൽ കംപ്ലീറ്റ് പ്രോസസ്സ് മനസ്സിലാക്കി. അതായത് ഒരു കാർഡ് വെരിഫിക്കേഷൻ മുതൽ പേയ്മെന്റ് പ്രോസസിംഗ് വരെയുള്ള മുഴുവനും മനസ്സിലാക്കി. അതായത് ഒരു ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നു തുടങ്ങി അവരുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് മുതൽ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, അത് നമ്മൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതെങ്ങനെ ഇൻഷുറൻസ് കംപ്ലൈന്റ് അയക്കാം, അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം മുതൽ പേയ്മെന്റ് ലാസ്റ്റ് വരെ ഞാനത് മനസ്സിലാക്കി. അതെനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം പല കുട്ടികളും ഈ ഫ്രഷേഴ്സായിട്ട് ദുബായിലൊക്കെ പോയിട്ട് പലപ്പോഴും പറയും, അയ്യോ എവിടുന്ന് എനിക്ക് കോള് വരുന്നില്ല, ഞാൻ കുറേ അടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ ആ സെർച്ചിങ് പ്രോപ്പർ വേയിലാന്ന് പലപ്പോഴും അല്ലാന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? അതായത് അവരിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗായത്രിക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? അവരെങ്ങനെയാണ് മൈൻഡിനെ സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അവരെ സെർച്ചിങ് പോകേണ്ടത്? ചുമ്മാ ഒരു CV അയച്ച് വീട്ടിലിരുന്ന് ആരും നമ്മളെ വിളിക്കില്ലല്ലോ അല്ലേ? അതിന് വേണ്ടി നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം. അത് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഗായത്രി മെൻഷൻ ചെയ്തു. അപ്പോൾ അതൊരു ഈസി വേ ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതൊന്ന് ഷോർട്ടായിട്ട് ഒന്ന് പറയാൻ പറ്റും? ഷുവർ. എനിക്ക് തോന്നുന്നത് ഞാനൊരു ബേസിക് BSc ഡിഗ്രി ഉള്ള ആളാണ്. BSc ബയോകെമിസ്ട്രി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനപ്പുറം പഠിച്ചവര് കോഡിങ് ചെയ്ത് അവിടെ വരുന്നുണ്ട്. എനിക്ക് മനസ്സിലായി പറഞ്ഞാലും ഇപ്പം BAMS ആയിക്കോട്ടെ, BHMS ആയിക്കോട്ടെ, എൻ്റെ കൂടെ ഇന്റർവ്യൂവിൽ വന്നവരും എനിക്ക് CV അയച്ചവരും ഒരുപാട് പേര് അവിടെ ഉണ്ട്. അപ്പൊ ക്വാളിഫിക്കേഷൻ അല്ല ഇതിന്റെ ഒരു മാനദണ്ഡം, ക്രൈറ്റീരിയ അതെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാനൊരു പോസ്റ്റിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഡോക്ടേഴ്സിന്റെ ആയിക്കോട്ടെ, നഴ്സുമാരുടെ ആയിക്കോട്ടെ CVs എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. വേക്കൻസി ഉണ്ടോ, ജോബ് ഉണ്ടോ എന്നും ചോദിച്ചിട്ട്. അപ്പം മാം പറഞ്ഞത് കറക്റ്റാണ്, സെർച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും വ്യത്യാസം. കാരണം മൈൻഡ് സെറ്റും അതായത് ദുബായ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നമ്മളെ പണിയെടുപ്പിക്കാൻ പോലെ തന്നെ മടിയന്മാരാക്കാനും സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ എന്നും ഒരു റൂമിലിരുന്ന് രാവിലെ ഒരു 10 മണി തൊട്ട് 12 മണി വരെ CV അയക്കുന്നത് മാത്രമല്ല ഒരു ജോബ് സെർച്ചിങ്ങിന്റെ ഒരു രീതി. അതിന് പകരം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താല്
കോണ്ടാക്റ്റുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മളൊരു ഹോസ്പിറ്റലിലോട്ട് ചെല്ലുക, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയോട്ട് ചെല്ലുക, അവിടുത്തെ HR പരിചയപ്പെടുക, ആ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തുള്ള എൻ്റെ മാനേജേഴ്സിൻ്റെ ഒന്നും ഒരു കോണ്ടാക്റ്റും ഞാൻ ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞിട്ടില്ല. അപ്പം പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കോണ്ടാക്റ്റുകളൊക്കെ മാക്സിമം നമുക്കാണ് ആവശ്യം. നമുക്ക് ജോലി കിട്ടണം, നമുക്ക് വേറെ ആരും അവിടെ ജോലി കൊണ്ടുതരാനില്ല എന്നുള്ളത് ഒരു ഭയങ്കര നമുക്ക് വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാര്യം വെച്ചാൽ എനിക്ക് അവിടെ ആരുമില്ല, എനിക്ക് കസിൻസ് ഇല്ല, എൻ്റെ റിലേറ്റീവ്സ് ആരും അവിടെ ഇല്ല. എനിക്കറിയാവുന്നവർ എൻ്റെ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയിലായിട്ടാണ് ഞാൻ വരുന്നത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സ്ഥലത്താണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലമായതുകൊണ്ട് എനിക്കിത് കിട്ടിയേ തീരുന്നുള്ളത് കൊണ്ടാണ് എനിക്കത് കിട്ടിയത്. ആവശ്യമായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്ന പകുതിയിൽ അധികം ആളുകളും ഒന്നെങ്കിൽ ഹസ്ബൻഡ് വിസയിലായിരിക്കും. അതെ, എവിടെന്നെങ്കിലും സപ്പോർട്ട് ഉണ്ടാവും. ആ സേഫ് സോണിൽ നോക്കുന്നത് ആ ഒരു സംഭവമുണ്ട്. പിന്നെ രണ്ടാമത് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ജോലി കയറുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ അവിടുത്തെ റെന്റ് കൊടുക്കാനുള്ള പൈസ ഉണ്ടാക്കുക. അപ്പോൾ ഫസ്റ്റ് ജോബ് അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം നോക്കണം, പക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ജോലി ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ കഷ്ടപ്പെടുക, ഹാർഡ് വർക്ക് ചെയ്യുക, സ്ഥിരമായിട്ട് കിട്ടുന്നത് വരെ ഒരു ഇന്റർവ്യൂ കിട്ടി, ഓക്കെ, എന്നാൽ 2 ദിവസം റെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ല. കാരണം അവിടെ വെറുതെ ഇരിക്കാൻ പൈസ കൊടുക്കേണ്ട ഒരു സ്ഥലമാണ്. വെറുതെ ഒരു ദിവസം നമ്മളിങ്ങനെ ഇരുന്നാലും നമ്മളത് പെയ്ഡാണ്, നമ്മൾ പേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എവിടേക്കോ. അപ്പം ഒരു ഇന്റർവ്യൂ കിട്ടിയോ, ഞാൻ ഒരു 10 ഇന്റർവ്യൂയോളം ഞാൻ ചെയ്തിട്ടുണ്ട്. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ചുറ്റും അവസരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ തേടി പോയിക്കൊണ്ടേയിരിക്കണം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഫെയിൽ ആവാം. ഞാൻ ഒരുപാട് ഇന്റർവ്യൂവിന് ഫെയിൽ ആയിട്ടുണ്ട്. എന്നെ വിളിക്കാത്ത ഇന്റർവ്യൂകളുണ്ട്. കാരണങ്ങൾ എന്താണെന്ന് അറിയില്ലെങ്കിലും വിളിക്കാത്ത ഇന്റർവ്യൂകളുണ്ട്. ആ ഫെയിൽ ആവുന്നിടത്തുനിന്നൊക്കെ ഗായത്രി എന്തൊക്കെയോ പഠിക്കുന്നുണ്ടാവാം. തീർച്ചയായും പഠിച്ചിട്ടുണ്ട്. അതായത് ഞാൻ 2-3 ഇന്റർവ്യൂവിന് പോയപ്പം അവർ ലാംഗ്വേജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അവർ ചോദിച്ചിട്ടുണ്ട് ഹിന്ദി അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇല്ല, പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും പഠിക്കും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് അവരെൻ്റെ അടുത്ത് ചോദിച്ചത് ഹിന്ദി അറിയാവോ, നമുക്ക് ചില പ്രത്യേക വർക്കേഴ്സ് നമുക്കുണ്ട്, അവർ ഹിന്ദിയിലാണ് കോണ്ടാക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കിത് ഹയർ അതോറിറ്റിയോട് പറയാനാവില്ലല്ലോ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ മനസ്സിലാക്കി 10ാം ക്ലാസ് ഹിന്ദി വിട്ട ആളാണ് ഞാൻ. എനിക്ക് ഹിന്ദി സിനിമ സീരിയൽ കണ്ട് മാത്രം പരിചയമുള്ള ആളാണ് ഞാൻ. അപ്പൊ അത്തരം കാര്യങ്ങൾ ഞാൻ ലാംഗ്വേജ് എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെന്താണെന്നോ അല്ലെങ്കിൽ നമുക്ക് എത്ര അറിവുണ്ടോന്നോ നോക്കുന്നതിന് കൂടുതൽ ഇന്റർവ്യൂവിൽ നോക്കുന്നത് അവർ പറയുന്ന റോള് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം ഓരോ കമ്പനി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അവരുടെ വർക്ക് അവർ അപ്രോച്ച് ചെയ്യുന്നത്. അവരുടെ സോഫ്റ്റ്വെയർസ് ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആൾക്ക് ഇത് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇവരിതിവിടെ എബിലിറ്റിനെയാണ് പഠിച്ചു വന്ന കാര്യങ്ങളെക്കാളുപരി ഇവരെന്തൊക്കെ പഠിച്ചെടുക്കും എന്നുള്ളതായിരിക്കും. അതെ, എനിക്കത് ഭയങ്കരമായിട്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പോയ ഇന്റർവ്യൂകളൊക്കെ എന്നോട് ചോദിച്ച കാര്യങ്ങളാണെങ്കിലും ഓക്കെ, ഞാൻ അവരെ അപ്രോച്ച് ചെയ്ത രീതിയിൽ അവർ എൻ്റെ അടുത്ത് പോസിറ്റീവായിട്ട് റിപ്ലൈ തന്ന ആളുകൾക്കൊക്കെ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, പിന്നെ ഒരു കാര്യം എനിക്ക് ചോദിക്കാണ്ട്, ഈ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞാൽ കുട്ടികൾ എപ്പോഴും ഒരു മെഡിക്കൽ കോഡർന്ന് മാത്രം മനസ്സിലിട്ടിട്ടാണ് ജോബ് സെർച്ച് ചെയ്യുക. അപ്പം അവർക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ഗായത്രിക്ക് മനസ്സിലായ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മളിപ്പോൾ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞിട്ട് മെയിൻലി ഇപ്പം ദുബായ് കോൺസെൻട്രേറ്റ് ചെയ്താണെങ്കിൽ അല്ലെങ്കിൽ UAE മൊത്തത്തിൽ, ഞാൻ ദുബായ് മാത്രമല്ല നോക്കുമ്പോൾ അബുദാബി നോക്കിയിട്ടുണ്ടായിരുന്നു, ഷാർജ നോക്കിയിട്ടുണ്ട്, ഒമാൻ നോക്കിയിട്ടുണ്ട്, ഞാൻ എല്ലാ എമിറേറ്റ്സുകളിലും നോക്കിയിട്ടുണ്ട്. അതായത്
കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സർട്ടിഫിക്കറ്റ് ആണ്, AAPCയുടെ CPC സർട്ടിഫിക്കറ്റ് ആണ് അവർ ചോദിക്കുന്നത്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻ. ഈ ക്വാളിഫിക്കേഷനിൽ അവിടെ അഡ്മിൻ തൊട്ട് ഓപ്പറേഷൻസിൽ മുതൽ ഏറ്റവും ലാസ്റ്റ് പേയ്മെന്റ് റീകൺസിലേഷൻ വരെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. എലിജിബിലിറ്റി ഇവർക്കുണ്ട്. അതെ, എലിജിബിലിറ്റി ഉണ്ട്. അതായത് ഫസ്റ്റ് ഈ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് റിസപ്ഷനിൽ വരും. ഒരുപാട് കോഡേഴ്സ് റിസപ്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ റിസപ്ഷൻ എന്ന് പറയുമ്പോൾ അതെ ഒരു സെക്കൻഡറി ആയിട്ട് തോന്നും. അങ്ങനെയല്ല, അവിടെ നിന്നാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കോഡർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിനെ അറിയണമെങ്കിൽ ഞാൻ പറയാം ഒരു മാസമെങ്കിലും, മിനിമം ഒരു മാസമെങ്കിലും അവിടുത്തെ റിസപ്ഷനിൽ ഇരിക്കണം. എങ്കിൽ മാത്രമേ, എനിക്ക് കിട്ടിയ അഡ്വാൻറ്റേജും അതാണ്. എനിക്കൊരു മാസം റിസപ്ഷനിൽ ഇരിക്കാൻ പറ്റി. അവിടുത്തെ റിസപ്ഷനിലെ ആളുകൾ കൂടെയാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായത് അവിടെ ഇരുന്നിട്ട് വേണം നമ്മൾ തുടങ്ങാനെന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. കാരണം അപ്പം എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ള നല്ല ധാരണ നമുക്കുണ്ടാകും. റിസപ്ഷനിൽ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് മുതൽ പിന്നെ അപ്രൂവൽസിൽ കോഡേഴ്സ് തന്നെയാണ് എടുക്കുന്നത്. പലർക്കും ഉള്ള സംശയമാണ് അപ്രൂവൽ എന്ന് പറഞ്ഞാൽ കോഡിംഗ് അല്ല വേറെ എന്തോ കാര്യമാണ്. പക്ഷെ വേറെ പോസ്റ്റ് അല്ലേ, ഞങ്ങൾ ഇതല്ലേ പഠിച്ചത്. പക്ഷെ കോഡിംഗ് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്കാണ് അവിടെ അപ്രൂവൽസ്, സബ്മിഷൻസ്, പിന്നെ റീസബ്മിഷൻസ് അങ്ങനെയാണ്. അപ്രൂവൽസ് എന്ന് പറഞ്ഞാൽ നല്ല പേയ്മെന്റ് കിട്ടുന്ന ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ട്. കാരണം IP അപ്രൂവൽസ് ഉണ്ട്, OP അപ്രൂവൽസ് ഉണ്ട്. അപ്പം അപ്രൂവൽസിൽ നല്ല ചാൻസസ് ഉള്ള സ്ഥലങ്ങളുണ്ട്. കാരണം ഹോസ്പിറ്റലൊക്കെ വലിയ ഹോസ്പിറ്റലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് വലിയ വലിയ ഹോസ്പിറ്റലുണ്ട് UAE. അവിടെ പോകണമെങ്കിൽ അപ്രൂവൽ ഒരു വലിയ ടീമാണ്, ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണ്. അവിടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. കാരണം കോഡിംഗ് ആണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് കോഡ് ചെയ്തിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്താൽ മാത്രമേ അവർ നമുക്ക് അപ്രൂവൽ തരുള്ളൂ. അപ്പം അതൊരു അപ്രൂവൽസ് ഒരു കാറ്റഗറിയാണ്. അത് കഴിഞ്ഞിട്ട് സബ്മിഷൻ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സബ്മിഷൻ്റെ ഇടയിൽ കോഡിങ് ചെയ്യേണ്ടതായിട്ടും വരും. അങ്ങനെയുണ്ട്. കോഡിങ് വേറെ തന്നെ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അല്ലാതെ പിന്നെ സബ്മിഷൻസ് ഉണ്ട്, റീസബ്മിഷൻസ് ഉണ്ട്. ലാസ്റ്റാണ് റീകൺസിലേഷൻ വരുന്നത്. ഞാനിപ്പോൾ റീകൺസിലേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ. അപ്പം ഇതെല്ലാം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു ബെനിഫിറ്റ്. അപ്രൂവൽ ഞാൻ റിസപ്ഷനിൽ ചെയ്തിട്ടുണ്ട്, അപ്രൂവൽസ് ചെയ്തിട്ടുണ്ട്, സബ്മിഷൻ ചെയ്തിട്ടുണ്ട്, റീസബ്മിഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന റീകൺസിലേഷൻ. ഇത്രയും പോസ്റ്റുകൾ അവിടെ ഉണ്ട്. പിന്നെ ഈ അഡ്മിൻ എന്ന് പറഞ്ഞെടുക്കുന്നതും നമ്മൾ കോഡേഴ്സിന് എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോൾ അതെ ലെവലിലോട്ടാകും. അതിൽ തന്നെ എംപാനൽമെന്റുകൾ ചെയ്യുന്ന കോഡേഴ്സ് ഉണ്ട്. അതായത് ഒരു ക്ലിനിക്ക് പുതുതായിട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ പുതുതായിട്ട് തുടങ്ങുമ്പോൾ അവിടത്തേക്കുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ അഡീഷൻസ്, കമ്പനികളെ ആഡ് ചെയ്യുക, ഈ നെറ്റ്വർക്ക് അവരെ കൺഫേം ചെയ്യുക, താരിഫ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്യുക, അതും എംപാനൽമെന്റ്. പിന്നെ ഈ ക്ലിനിഷ്യൻസിന്റെ ലൈസൻസ് എംപാനൽമെന്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പോസ്റ്റുകളും ഉണ്ട്. ഇത്രയും പോസ്റ്റുകൾ ഇതൊക്കെ കോഡേഴ്സിന് ചെയ്യാൻ പറ്റുന്ന വർക്ക്സ് ആണ്. അതിന് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു വലിയ പെർസെൻറ്റേജ്, ഒരു വലിയ ഹോസ്പിറ്റലാണ്, ഒരു വലിയ പെർസെൻറ്റേജ് ആളുകൾ കോഡേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ദാറ്റ്സ് ഗ്രേറ്റ്. ഇനിയിപ്പം ഗായത്രി ഇപ്പോൾ 8 years ആയി ഈ സെക്ടറിലാണ്. ഗായത്രിൻ്റെ ഒരു ഗ്രോത്ത്, അതായത് ആദ്യം എക്സിക്യൂട്ടീവ് കോഡർ ആയിട്ടായിരിക്കുമല്ലോ കയറിയിട്ടുണ്ടാവും. ഞാൻ ആദ്യം അസോസിയേറ്റ് ആയിട്ട് അപ്പോൾ ഈ 8 years കൊണ്ട് ഗായത്രി ആ കരിയർ അഡ്വാൻസ്മെന്റ് എങ്ങനെയായിരുന്നു ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും? അതെ, ഞാൻ നാട്ടിലുള്ളപ്പോൾ ഇവിടുത്തെ ഒരു ഇന്റർനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. അതൊരു കോഡിംഗ് അസോസിയേറ്റ് ആയിട്ടാണ്. അസോസിയേറ്റ് കോഡർ എന്നുള്ളതായിരുന്നു പോസ്റ്റ്. പിന്നെ സീനിയർ അസോസിയേറ്റ് ആയി ഇവിടുന്ന് തന്നെ. 4 yearsന്റെ ഇടയിൽ സീനിയർ അസോസിയേറ്റ് ആയി. പിന്നെ ഇതൊരു വലിയ ഗ്രൂപ്പ് ഓഫ് കമ്പനി ആൾക്കാരായതുകൊണ്ട് അവിടെ നമ്മളെ ഈ പോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് വളരെ സമയമെടുത്തായിരിക്കും. നമുക്ക് ഈ സാലറിയിൽ ചേഞ്ച് വന്നാലും നമ്മൾ പോസ്റ്റ് ചേഞ്ച് ചെയ്യാൻ സമയമെടുക്കുമായിരിക്കും. അപ്പോൾ സീനിയർ അസോസിയേറ്റ് ഇയർലി നമുക്ക് സാലറി ഹൈക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ നാട്ടിലെ ഒരു ബേസിക് കാര്യങ്ങൾ വെച്ചായിരുന്നു. പിന്നെ ദുബായിൽ പോയപ്പോൾ ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്താണ് ഇൻഷുറൻസ് കോർഡിനേറ്റർ. അത് എക്സിക്യൂട്ടീവ് ഇൻഷുറൻസ് കോർഡിനേറ്റർ എന്നുള്ള പോസ്റ്റിലായിരുന്നു. പിന്നെ രണ്ടാമത് ഞാനും ഇൻഷുറൻസ് കോർഡിനേറ്റർ തന്നെയാണ്. പക്ഷെ നമ്മളെ ഫീൽഡ് വർക്കും കാര്യങ്ങളും മാറി. അത് ഞാൻ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു എന്താണ് ചേഞ്ചസ് എന്ന് മനസ്സിലാവാത്തത്. ഒരു വലിയ ഫേമിലാകുമ്പോൾ സീനിയർ എക്സിക്യൂട്ടീവ്
എക്സിക്യൂട്ടീവ്, പിന്നെ സീനിയർ എക്സിക്യൂട്ടീവ്, അസിസ്റ്റന്റ് മാനേജർ, ആ ഒരു ലെവലിലോട്ട് പോകും. ഇവിടെ ഇപ്പം ഞാൻ മാത്രമായിരുന്നു ഒരു എൻ്റെ ഒരു ക്ലിനിക്കിൽ ഞാൻ മാത്രമായതുകൊണ്ട് ഇൻഷുറൻസ് കോർഡിനേറ്റർ എന്നുള്ള ലെവലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ശരിക്കും ഉണ്ടായത് എനിക്ക് നാട്ടിൽ ജോലി ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ദുബായിലിരിക്കുമ്പോൾ നീ ആഗ്രഹിക്കുന്നത് നാട്ടിൽ ജോലിയാണ്. എനിക്ക് ഫിനാൻഷ്യലി സെറ്റ് ആവുക എന്നുള്ളത് മാത്രമായിരുന്നു ദുബായിൽ പോകുമ്പോഴുള്ള എൻ്റെ ഉദ്ദേശം. എനിക്ക് ഫിനാൻഷ്യലി കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആവണം, ഫാമിലി ഫുള്ളി സെറ്റിൽഡ് ആവണം. അത് കുറച്ച് അത്യാഗ്രഹമായിരുന്നു. വളരെ ഷോർട്ട് ടൈമിൽ അതായിരുന്നു എൻ്റെ ആഗ്രഹം. വളരെ ഷോർട്ട് ടൈമിൽ എനിക്ക് സെറ്റിൽ ആവണം. ബ്രദർ പഠിക്കുന്നുണ്ട്, അവനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണം, പാരൻസിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പം എപ്പം അവിടുന്ന് ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ ആഗ്രഹം നാട്ടിൽ ഞാനപ്പോൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഒരു കുറച്ച് നമുക്ക് അങ്ങനെയും ചെയ്യാം. അവിടുന്ന് കുറച്ച് കമ്പനീസിൻ്റെ വർക്ക് എടുത്ത് നാട്ടിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാം, ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം. കുറച്ച് ഇയേഴ്സ് എക്സ്പീരിയൻസിന് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അത് മൈൻഡിലുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ എല്ലാ കോണ്ടാക്റ്റുകളും അതേപോലെ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ പഴയ കമ്പനിയിൽ തന്നെ ഓഫർ കാണുന്നത്. ഇവിടെ പുതിയ ആളുകളെ എടുക്കുന്നുണ്ട്, സീനിയർ പോസ്റ്റിലേക്ക് എടുക്കുന്നുണ്ട്. സോ അപ്പോഴേക്കും ഞാനൊരു 6 ഇയേഴ്സ് എക്സ്പീരിയൻസ്, 6th ഇയറിലോട്ട് എൻ്റെ എക്സ്പീരിയൻസ് വരികയാണ്. അപ്പം ഞാനപ്പം എൻ്റെ CVs ഞാൻ നാട്ടിലോട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് നാട്ടിൽ പോകണം അല്ലെങ്കിൽ ഞാൻ നാട്ടിലോട്ട് പോവാന്ന് ഞാൻ അവരെ അറിയിച്ചപ്പം, ഞാൻ നിൽക്കുന്ന കമ്പനിയിൽ അറിയിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, ഓക്കെ ഗായത്രി ഒരു കാര്യം ചെയ്തോ, വീട്ടിൽ നിന്ന് ഇവിടുത്തെ വർക്ക് ചെയ്തു. അത് ഞാനൊരു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു. അത് CEO ആണ് എന്നോട് പറയുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ നാട്ടിൽ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ആളാന്ന് പറഞ്ഞപ്പോൾ, ഓക്കെ ഗായത്രി ഇത് വീട്ടിൽ നിന്ന് ചെയ്തോളൂ ഓഫർ എനിക്ക് മതി. അപ്പൊ ഞാൻ വണ്ടറായിരിക്കുന്നു, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇനി എനിക്ക് എന്ത് ചെയ്യാം, സേഫ് ആയിട്ട് വരാം. നാട്ടിലോട്ട് വന്നാലും എൻ്റെ ജോലി എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കൊടുത്തൊരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ എന്താ വെച്ചാൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 100% കൊടുത്തു കഴിഞ്ഞാൽ ആ ഫേം നമ്മൾ അത്ര വിശ്വസിക്കും. എങ്കിൽ അതെ, നമ്മള് കഷ്ടപ്പെട്ട് ജോലി കണ്ടുപിടിച്ച് അതിന് ജോലി കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാനവിടെ എൻ്റെ ഒരു ക്ലിനിക്കിൽ 10 o'clock പോയിട്ട് 11:30 ഇറങ്ങിയ ഒരുപാട് ദിവസങ്ങളുണ്ട്. 1 hour എനിക്ക് ട്രാവൽ ഉണ്ടായിരുന്നു, തിരിച്ചും ട്രാവൽ ഉണ്ടായിരുന്നു. ഞാനത് എല്ലാ ദിവസവും അല്ല, ഈ സബ്മിഷൻ ടൈമിലൊക്കെ ഞാൻ എൻ്റെ 100% ഞാൻ കൊടുത്തിട്ടുണ്ട് കമ്പനിക്ക്. അപ്പം അത് അവരെനിക്ക് തിരിച്ച് തന്നിട്ടുമുണ്ട്. കാരണം ഞാൻ വരുമ്പോൾ ഞാൻ എക്സ്ട്രാ ചെയ്ത ഹവേഴ്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ അവർക്ക് കൊടുത്തപ്പോൾ അത് മുഴുവൻ അവർക്ക് പേയ്മെന്റ് ആയിട്ട് തന്നു. എൻ്റെ ഓരോ മണിക്കൂറും ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത ഓരോ മണിക്കൂറും അവരെനിക്ക് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്ന കമ്പനികളാണ് അധിക കമ്പനികളും. അതിൽ നല്ല കമ്പനിയിൽ എത്തി എന്നുള്ളത് അത് ആക്ച്വലി അത് ഗായത്രീന്റെ മൈൻഡാണ്, കമ്മിറ്റ്മെന്റ് ആണ് ഗായത്രി അവിടെ കൊടുത്തത് അല്ലേ. അത് അവര് റിട്ടേൺ തന്നെ. പലരും അതിന് പോയി തയ്യാറാവുന്നില്ല. 5 o'clock ആണ് വർക്ക് ടൈമെങ്കിൽ 5 ഞാൻ നിർത്തിപ്പോവും. നമ്മളെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് ചിന്തിക്കാതെ പലരും അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെക്കാൾ എനിക്ക് തോന്നുന്നു കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് 100% ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഏത് ടൈം ആണെങ്കിലും അപ്പോഴേ ഞാൻ ഇറങ്ങുമെന്ന് വിചാരിക്കുന്നവരാണ്. അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഒക്കെ എൻ്റെ ഹാർഡ് വർക്കിന്റെ മാത്രമാണ്. ഇപ്പം ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്കാന്ന് പറയും. നമ്മൾ സ്മാർട്ട് വർക്കിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്താണെന്ന് നമ്മുടെ ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റിക്ക് മനസ്സിലാവണം. പിന്നെ നമുക്ക് താനെ സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് എപ്പോഴും എനിക്ക് കുറെ ജൂനിയേഴ്സ് ആളുകൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യും. ഞാൻ അവരോട് പറയുന്ന കാര്യം, നിങ്ങൾ പഠിക്കണ സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാക്സിമം പഠിക്കുക, മാക്സിമം അതിൽ ഇൻവോൾവ് ചെയ്തിട്ട് വേറെ ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം എവിടെ നിന്നൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ. ഞാനത് എന്നെ കൊണ്ടാവുമ്പോൾ എനിക്കറിയാം, ഞാൻ നല്ലപോലെ ശല്യപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ സീനിയേഴ്സിനെ. എനിക്കൊരു മാഡം ഉണ്ട് അവിടെ, എൻ്റെ മഞ്ജു മാം തന്നെയാണ്, എനിക്ക് എല്ലായിടത്തും ഉണ്ടാവും. പുള്ളിക്കാരിനെ ഞാൻ ചേച്ചിക്ക് അവിടെ ഞാൻ ചേച്ചിന്ന് വിളിക്കാം, മാം എന്ന് വിളിക്കാറില്ല. ചേച്ചിയുടെ 21 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ A to Z കാര്യങ്ങൾ അറിയാം. അപ്പം ഞാൻ എല്ലാം അവിടെ നിന്നാണ് പഠിച്ചെടുത്തത്.
ആ പഠിച്ചെടുക്കുന്നത് എനിക്കറിയാം, ബുദ്ധിമുട്ടിക്കാന്ന് അറിയാം. പക്ഷെ എന്നാലും ഗായത്രി ആ റിലേഷൻഷിപ്പിനെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട്. അത് എനിക്ക് വളരാൻ വേണ്ടി ഞാനത് എനിക്ക് വേണ്ടാത്ത കാര്യം, ആ സമയത്ത് ഞാൻ ചെയ്യേണ്ടാത്ത കാര്യങ്ങളായിരുന്നു ആ വർക്കുകൾ. എന്നിട്ട് പോലും അതിൽ ഞാനിപ്പോ അതെനിക്ക് എത്ര ഉപയോഗപ്പെട്ടു. അന്ന് ഞാനത് അത്രയും ആലോചിച്ചില്ല. ഇത് പഠിച്ചെടുക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടില്ല. മാനുവൽ സബ്മിഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് മിക്ക കമ്പനികളും ചെയ്യണ്ട. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ ഈ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടി വന്നാലോ എന്നൊരു തോട്ട് വന്നിട്ട് ഞാനത് പഠിച്ചു വെച്ചു. പഠിച്ച് എൻ്റെ കയ്യിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്കത് ഉപയോഗമാണ്. ഇപ്പൊ ഒരു സീനിയർ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ എനിക്കറിയാം ഇതാണ് ഇതെന്ന് എനിക്കറിയാം. ഇപ്പൊ എംപാനൽമെന്റ് കാര്യമാണെങ്കിൽ അതൊക്കെ മാനേജർ ലെവലിൽ ചെയ്യുന്ന കാര്യം. ഞാനവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എൻ്റെ മാനേജർ അത് ചെയ്യുമ്പോൾ കൂടെ ഇരുന്ന് ഞാൻ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം, എൻ്റെ പാരൻസ് ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഞാൻ അവിടുന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, നിനക്ക് മാത്രമേ നാട്ടിൽ അവിടെ ജോലിയുള്ളൂ, നിനക്ക് മാത്രമേ അവിടെ ജോലിയുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത് എനിക്കവിടെ ഇൻവോൾവ് ആവുക, മാക്സിമം ഇതാവാന്നൊരു കാരണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന വർക്ക് എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാൻ, എൻ്റെ ഹയറിലുള്ള ആളുകൾ ചോദ്യം ചെയ്യരുത് എന്നുള്ളൊരു സാധനമുണ്ട്. അവരുടെ അടുത്തേക്ക് വിടുന്ന സാധനം ബൗൺസ് ആയിട്ട് എൻ്റെ അടുത്ത് വരാതിരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞാൻ പറയുമ്പോൾ തന്നെ ഓക്കെ ഗായത്രി നാട്ടിൽ പോയി ചെയ്തോന്ന് പറഞ്ഞൊരു കാര്യം എനിക്കതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെയാണ് നാട്ടിലെത്തുന്നത്. അപ്പം നാട്ടിലെത്തി നാട്ടിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം എൻ്റെ പഴയ കമ്പനിയിൽ അയച്ച CV-ക്ക് എനിക്ക് റെസ്പോൺസ് വന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂ പാസ്സായി. അത് അവിടെ നിന്ന് തന്നെയായിരുന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പക്ഷെ ആ പോസ്റ്റ് ഞാനായിരുന്നു അവരോട് പറഞ്ഞു ഈ പോസ്റ്റിന് എനിക്ക് താല്പര്യമില്ല എന്ന്. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയാനുള്ള പിന്നെ ചോയ്സസ് ആയി. ഞാൻ പറഞ്ഞു എനിക്ക് എക്സിക്യൂട്ടീവ് ലെവലിലോട്ട് താല്പര്യമില്ല. എനിക്കറിയാം എൻ്റെ കയ്യിൽ സാധനമുണ്ട്, ഇതിന്റെ മേലോട്ട് എനിക്ക് കിട്ടും എന്നുള്ളത് എൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഈ പോസ്റ്റിലോട്ട് എനിക്ക് താല്പര്യമില്ല, ഈ ഒരു പാക്കേജിനും എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു സമയത്തിന് ഇങ്ങനെയാണ് പേയ്മെന്റ് ഞാൻ എനിക്ക് പേയ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ തക്കതായ കാരണങ്ങൾ ഉണ്ടാവും. ഇപ്പൊ UAE നാട്ടിലോട്ട് വരുമ്പോൾ അവിടുത്തെ ഈ ദർഹത്തിന് എനിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ അവിടെ ഒരു 3 lakhs നാട്ടിൽ എനിക്ക് കിട്ടുന്ന എനിക്ക് ഇവിടെ 3 lakhs തന്നാലേ എന്ന് പറയാൻ പറ്റില്ല. കാരണം ലിവിങ് കോസ്റ്റ് ആണെങ്കിലും എല്ലാം മാറ്റം. പക്ഷെ അതിനെ കണ്ടുകൊണ്ട് എന്താണ് എവിടെയാണ് കുറയ്ക്കേണ്ടത് മാത്രമേ ഞാൻ കുറച്ചിട്ട് മാത്രമേ ഞാൻ എവിടെ ആവുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെയും അവരെന്നെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാറ്. ഒരു പോസ്റ്റും കൂടെ ഉണ്ട്, ഇതാണ് ലെവൽ, അപ്പോൾ ഗായത്രിക്ക് താല്പര്യമുണ്ടോ? എൻ്റെ പഴയ കമ്പനി ഞാൻ വളരെ കംഫർട്ടായ സ്ഥലമായിരുന്നു, എൻ്റെ നാട്ടിലായിരുന്നു, കോഴിക്കോടായിരുന്നു. അതൊക്കെ എൻ്റെ ഡ്രീം ആയിരുന്നു. കോഴിക്കോട് തന്നെ വർക്ക് ചെയ്യുക, നല്ലൊരു നല്ല പാക്കേജിൽ കോഴിക്കോട് വർക്ക് ചെയ്യുക, നല്ല പോസ്റ്റിലോട്ട് മാറുക, ഇതൊക്കെ എൻ്റെ ഡ്രീം കം ട്രൂ ആയിരുന്നു. ഇതൊക്കെ ആയി. അപ്പൊ എനിക്കത് കിട്ടി. ഞാൻ ഇപ്പൊ സീനിയർ എക്സിക്യൂട്ടീവ് ആണ്. ഞാൻ റീകൺസിലേഷൻ ആണ് ചെയ്യുന്നത്. വലിയൊരു ടീമിന്റെ കൂടിയാണ്, ഭയങ്കര സപ്പോർട്ടീവായ ഒരു ടീമിന്റെ കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഇപ്പം ഫിനാൻഷ്യലി ആണെങ്കിലും സ്റ്റേബിൾ ആണ്. അതന്നെ കേൾക്കുമ്പോൾ സത്യമായിട്ട് ഒരു 21ാമത്തെ വയസ്സ് മുതൽ സ്വന്തം കാര്യം നോക്കി തുടങ്ങിയതുകൊണ്ട് ഇപ്പൊ ചോദിക്കാനുണ്ട്. അതായത് ഇപ്പം നിങ്ങളെ ജനറേഷനിലെ കുറേ കുട്ടികൾ അവർക്കൊന്നും അറിയില്ല, ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണം, ആ ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ അനുഭവിക്കുക, അതിന്റെ സുഖം എന്താണെന്നൊന്നും അറിയാത്ത കുറേ കുട്ടികളുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അത് എനിക്ക് തോന്നുന്നു ഗൈഡൻസിന്റെ ആയിരിക്കും. തുടക്കം മുതലേ ഉള്ള സ്കൂൾ ടൈം മുതലുള്ള ഗൈഡൻസിന്റെ ആയിരിക്കണം ഒന്നാമത്തെ കാര്യം. കാരണം ഒരു റോങ് ഗൈഡൻസിലൂടെ ആണ് നമ്മൾ പലപ്പോഴും സ്കൂളിങ് കഴിഞ്ഞ് വരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്റെയും ധാരണ ഇതായിരുന്നു, ഡിഗ്രി കഴിയുന്നു, +2 കഴിയുന്നു, ഒരു ഡിഗ്രി എടുക്കുന്നു, PG ചെയ്യുന്നു, അതിന്റെ അപ്പുറത്തോട്ട് പോകുന്നു, PhD, അതെ പഠിച്ചു പോവാം. ചിലപ്പോ അതിനും ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവും, അതിൽ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവാം. പക്ഷെ ആസ് എ വുമൺ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല മെൻസിന്റെ കാര്യം എങ്ങനെയാണ്, എന്നാലും പുരുഷന്മാരെക്കാൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ പ്രായത്തിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവേണ്ട ആളുകൾ സ്ത്രീകളായിരിക്കും. അതെ, തീർച്ചയായിട്ടും ലേഡീസ് ആയിരിക്കും. അതെനിക്ക് ഞാൻ അനുഭവിച്ച കാര്യമാണ്.
ഒരു എൽഡർ ഡോക്ടറാണ് ഫാമിലിയിലെ, അതായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിലും നമ്മൾ തന്നെ ആയിരിക്കണം. ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു MSc ചെയ്യാൻ പറ്റാത്തതിൽ. കാരണം കൂടെയുള്ള കുറച്ച് പേരെ ഉണ്ടായിരുന്നു, അതിൽ കുറെ പേര് MScക്ക് പോവാ. പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല MScക്ക് പോകാന്. കാരണം സെമിസ്റ്ററിന് കൊടുക്കാൻ 45,000 എന്തോ ഫീസായിരുന്നു പുറത്ത് അന്ന്. അപ്പൊ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല ആ സമയത്ത്. ബ്രദർ പഠിക്കുന്നുണ്ട്, എനിക്കത് അതെ, അവര് നല്ല റാങ്ക് കിട്ടി MBBSന് ചേരാൻ പോവാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ അതും ഒരു കോഴ്സ് അല്ലെങ്കിൽ ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു കോഴ്സാണെങ്കിൽ ഓക്കെ എനിക്ക് പറയാം, എനിക്ക് പൈസ തന്നാൽ ഞാൻ തിരിച്ചു ചെയ്യും. അതില്ലാന്ന് ഉറപ്പുള്ളത് കൊണ്ട് എനിക്കത് വീട്ടിൽ ചോദിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അത്രയും നാളും അവർ എനിക്ക് തന്നത് വളരെ വലിയ സപ്പോർട്ടാണ്. നല്ല എഡ്യൂക്കേഷൻ തരാന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നിട്ടുണ്ട്. ഇനിയും എങ്ങനെയാന്നുള്ളൊരു അതെ MSc ഞാൻ ഡ്രോപ്പ് ചെയ്തു. MSc ഡ്രോപ്പ് ചെയ്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഭയങ്കര സങ്കടം. ഞാൻ കുറെ കരഞ്ഞു ഒരാഴ്ച ഇങ്ങനെ. കാരണം ഫ്രണ്ട്സ് ഒക്കെ MScക്ക് പോവാണ്, അതുവരെ ഹോസ്റ്റലിലൊന്നും ഞാൻ നിന്നിട്ടില്ല, അവരൊക്കെ ഹോസ്റ്റലിൽ പോവാണ്. അതൊക്കെ എന്നെ സമയത്ത് ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ HOD എൻ്റെ അടുത്ത് പറയുന്നത് ഈ കോഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ കോഴ്സ് ചെയ്ത് ജോലി കിട്ടി. ഞാൻ എൻ്റെ അവര് പഠിക്കുമ്പോൾ സാലറി വാങ്ങാൻ തുടങ്ങി. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി അതായിരുന്നില്ല എൻ്റെ പോണ്ടിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ MSc പോയത് അവരവരുടെ രീതിയിലോട്ട് പോയി. പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഞാൻ ആരൊക്കെയാണോ ഈ കോഴ്സ് ചെയ്തത്, ഇങ്ങനെ പോയവര് ഇപ്പോൾ ഇരിക്കുന്ന ഫിനാൻഷ്യലി സെറ്റിൽഡ് ഒരുപാട് പഠിച്ചു പോയവര് എത്തിയിട്ടില്ല എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. PhD ഒക്കെ ചെയ്ത് വർഷങ്ങളോളം ഇപ്പോഴും പഠിക്കുന്നവരുണ്ടാവും. പക്ഷെ 10 വർഷം പിന്നെയും പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. ബട്ട് അതിൽ കുറെ പേരൊക്കെ ഓക്കെ ആയിരിക്കും, ബട്ട് കുറെ പേർക്ക് അറിയാത്തത് കൊണ്ടാണ് വേറെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അങ്ങനെ പോകുന്നവരുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്രൈവറ്റ് ജോലി എന്ന് പറയുന്നത് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ്. അതെന്തോ എൻ്റെ പേരൻസ് ആണെങ്കിലും അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ മാറി നല്ലപോലെ മാറി. ഓക്കെ, കാരണം ഫാമിലി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഓക്കെ ഇതും ഒരു ജോലിയാണ്. ഫിനാൻഷ്യലി ഏത് ജോലിയാണെങ്കിലും നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ജോലിയിലും ഗ്യാരണ്ടി നമുക്കിപ്പോൾ നമ്മളിൽ ഗ്യാരണ്ടി നമ്മുടെ ശരീരത്തിലൊന്നും ഗ്യാരണ്ടി ഇല്ലാത്തടത്തോളം നമുക്ക് എങ്ങനെയാ പ്രൈവറ്റ് ജോലി ആണെങ്കിലും നല്ല കഴിവുണ്ടെങ്കിൽ നമ്മളെ കമ്മിറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും. ഞാൻ കോഡിങ് ചെയ്തത് എൻ്റെ ചേച്ചി എനിക്ക് പൈസ തന്നിട്ടാണ് കോഡിങ് ചെയ്യാൻ വരുന്നത്. ഞാൻ മാമിനോട് പറഞ്ഞു, മാം ഓർമ്മിക്കുന്നുണ്ട് അറിയാം, ഞാൻ എക്സാം എഴുതുന്നില്ല, എക്സാം എഴുതാണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ജോലി കിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടെ എല്ലാവരും എക്സാം എഴുതുകയാണ്. അങ്ങനെയും ചെയ്യാം, ഗൈഡിൽ പറ്റുമെങ്കിൽ എക്സാം എഴുതിക്കോന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പൊ കൂടെയുള്ള എല്ലാവരും എക്സാം എഴുതുമ്പോൾ എനിക്ക് അതും വിഷമായിരുന്നു. അപ്പൊ എന്റെ ചേച്ചി എന്നോട് പറയുന്നത് ഞാൻ തരാം, നീ ചെയ്തോ, നീ എഴുതിക്കോ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ അപ്പൊ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ജോലിക്ക് കയറി ഞാൻ ഈ പൈസ തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കാൻ വേണ്ടി തന്ന പൈസ അല്ല, പക്ഷെ അത് കൊടുക്കുമ്പോഴായിരിക്കും തന്ന പൈസയുടെ സാറ്റിസ്ഫാക്ഷൻ. അത് ഞാൻ ദുബായ് പോയി എൻ്റെ സെക്കൻഡ് സാലറിയിൽ ഞാൻ ആ പൈസ തിരിച്ചു കൊടുത്തു. പിന്നെ ദുബായ് പോയതാണെങ്കിലും ഞാൻ എൻ്റെ PF എന്നുള്ള പൈസ എടുത്തിട്ടാ പോയത്. അപ്പം ആ സമയം കൊണ്ട് ഞാൻ ഏൺ ചെയ്യുമായിരുന്നു. അത് ചെറിയൊരു ഷോർട്ട് ടൈമിൽ തന്നെ എനിക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 2 years UAE നിന്നപ്പോഴേക്കും എന്റെ കല്യാണത്തിന് വേണ്ട ചോദിക്കാൻ വിചാരിച്ചു. അതായത് സാധാരണ പെൺകുട്ടികളൊക്കെ പഠനം കഴിഞ്ഞ് കാത്തിക്കും വീട്ടുകാര് ഫുള്ള് ഉണ്ടാക്കി തരണം, എന്നിട്ട് എനിക്ക് കല്യാണം കഴിക്കണം. ബട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഗായത്രീന്റെ കല്യാണത്തിൽ ഗായത്രിക്ക് നല്ലൊരു ഇൻവോൾവ്മെന്റ് അല്ലെ, ഗായത്രി കല്യാണത്തിന് വേണ്ടി ഗായത്രി തന്നെ സെൽഫായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നിന്റെ അന്നത്തെ നിൽപ്പ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും, സാറ്റിസ്ഫാക്ഷൻ നിന്റെ ഫേസിൽ എന്തൊക്കെയോ ചെയ്ത് നിൽക്കുന്ന ഒരാളുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. അന്ന് പറയുമോ? തീർച്ചയായിട്ടും. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് എന്റെ കല്യാണം ഞാൻ ആദ്യം ഉറപ്പിച്ച് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടേ കഴിക്കും. കാരണം ഞാൻ കണ്ടേക്കുന്നത് അമ്മയാണെങ്കിലും മറ്റുള്ള ഒരാളെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളെയാണ് കണ്ടത്. അപ്പം ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് മാത്രമേ
എൻ്റെ ലവ് മാരേജ് ആണ്. ഞങ്ങൾ റിലേഷൻഷിപ്പ് ആയ സമയം മുതൽ ഞാൻ പറയുന്ന കാര്യമാണ്, ഇങ്ങനൊരു ഡിസിഷൻ എടുക്കും, കല്യാണം എന്ന് പറയുന്ന ഡിസിഷനിലോട്ടല്ല നമ്മൾ പോകുന്നത്. അങ്ങനെ ഡിസിഷൻ എടുക്കുവാണെങ്കിൽ ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട്, എൻ്റെ ബ്രദർ അവൻ പഠിക്കുകയാണ്, അവൻ ഓക്കെ ആയി തോന്നുന്ന സമയത്ത് മാത്രമേ, അവൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും തോന്നുന്ന സമയത്ത് മാത്രമേ ഞാൻ കല്യാണത്തിലോട്ട് ചിന്തിക്കുള്ളൂ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ വീട്ടിലിത് അവതരിപ്പിക്കുമ്പോഴും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോഴും തോന്നുന്നു എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഞാൻ ഇൻഡിപെൻഡൻ്റ് തോന്നിയോണ്ടായിരിക്കും എന്നെ ആരും എതിർത്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഇഷ്ടമുള്ള സമ്മതിച്ചു. കാരണം അവള് ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ളതായിരിക്കണം അവരുടെ തോന്നൽ. അപ്പൊ എന്റെ കല്യാണം ഞാനത് ഭയങ്കര ആസ്വദിച്ചാണ് കല്യാണം കഴിച്ചത്. കാരണം എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സുകളാണെങ്കിലും അത് എല്ലാവർക്കും കൊടുക്കുന്ന ഡ്രസ്സുകൾ അത് ഞാൻ തന്നെ എടുക്കണം. എൻ്റെ ക്യാമറ ഫോട്ടോ കാര്യങ്ങൾ അത് ഞാൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തു. എനിക്ക് വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ അത് ഞാൻ തന്നെയായിരുന്നു ചെയ്തത്. പാരൻസ് ആണ് ബാക്കിയെല്ലാം അവരുടെ വീട്ടിലായിരുന്നാലും നീ ആഗ്രഹിച്ച പോലെയൊക്കെ അതെ. എൻ്റെ ഒരു കാര്യം വേറെ ആരോടും ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഓൾറെഡി മക്കളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അവരുടെ ഒരു കരുതലുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ വേറെ ആരെ കൊണ്ടും ചെയ്യിപ്പിച്ചിട്ടില്ല. എൻ്റെ കാര്യങ്ങൾ മുഴുവൻ ക്യാമറ തൊട്ട് എൻ്റെ സ്റ്റേജ്, എനിക്ക് നല്ല സ്റ്റേജ് വേണമെന്നുണ്ടായിരുന്നു. എൻ്റെ സ്റ്റേജ് ആയിക്കോട്ടെ, എൻ്റെ ഡ്രസ്സ് ആയിക്കോട്ടെ, എൻ്റെ മേക്കപ്പ്, പിന്നെ എന്താ നമ്മൾ ഈ ഗോൾഡ് ചെറിയ രീതിയിൽ, വലിയ രീതിയിലല്ലെങ്കിൽ അതും ഞാൻ ദുബായിൽ ഇരുന്ന് ചെയ്യാൻ പറ്റി. അത് ഞാൻ തന്നെയായിരുന്നു ചെയ്തത്. പിന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുന്ന പോലെ തന്നെയാണ് നമ്മളൊരു വണ്ടി എടുക്കുക. ഇതൊക്കെ ഭയങ്കര, അതൊക്കെ മനസ്സിൽ ബക്കറ്റ് ലിസ്റ്റുകളായിരുന്നു. ഞാനൊരു 28-29 വയസ്സാകുമ്പോഴേക്കും സ്വന്തമായിട്ട് വണ്ടി എടുത്തു. അതെനിക്ക് ഭയങ്കര എപ്പോഴും അഭിമാനമുള്ള കാര്യമാണ്. ഇതൊക്കെ ഞാൻ ചെയ്തത് ഈ ഒരു ഫീൽഡിൽ നിന്നാണ്, ഇങ്ങനെ ഏൺ ചെയ്തിട്ടാണ്. ചെയ്യാൻ പറ്റും ഈ ഒരു ഏജിൽ. തീർച്ചയായും അത് ഞാൻ വലിയ രീതിയിൽ സാക്രിഫൈ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടില്ല, ഞാൻ ഭയങ്കരമായിട്ട് ഒന്നും എൻജോയ് ചെയ്യാതെ ഇരുന്നിട്ടില്ല. എന്നെ കൊണ്ടാവും പോലെ ഞാനെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു, യാത്രകൾ പോകുന്നുണ്ടായിരുന്നു, എല്ലാം ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടെയാണ് ഞാനിതൊക്കെ ഏൺ ചെയ്തത്. അത് എന്നെ പോലത്തെ ഒരാൾക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും പെൺകുട്ടികൾക്കും പറ്റും. കാരണം ഞാൻ വരുന്നത് കോഴിക്കോട് നിന്ന് ഒരു 72 കിലോമീറ്റർ ഉള്ളോട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ്. വളരെ ഭംഗി മനോഹരമായ സ്ഥലം തന്നെയാണ്, നല്ല നാടാണ്. പക്ഷെ അവിടെയുള്ള നമുക്ക് ഇപ്പൊ എല്ലാരും ചിന്തിക്കണ്ട, ഒരു 8 വർഷം മുമ്പേ അവിടുന്ന് യാതൊരു ധാരണയില്ലാത്തൊരു ഫീൽഡിലോട്ടാണ് ഞാൻ വരുന്നത്. ഒരു സർക്കാർ സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചതെല്ലാം. അപ്പൊ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമെങ്കിൽ എല്ലാരും കൊണ്ടും പറ്റും. തീർച്ചയായിട്ടും പറ്റും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. കോൺഫിഡൻസ് ആണ്. എല്ലാം ഗൈഡ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് നമുക്കൊക്കെ. അതെ അതെ, ഒരുപാട് കാര്യങ്ങളുണ്ട് ചുറ്റും പഠിച്ചെടുക്കാൻ. കുറേ ആക്സസ് നമുക്കുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ചെയ്താൽ തന്നെ പറ്റും, എന്തായാലും പറ്റും, തീർച്ചയായിട്ടും പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഗായത്രി ആക്യുറേറ്റിൽ പഠിക്കാൻ വരുമ്പോൾ ബാച്ചിലർ ആയിരുന്നു, ജസ്റ്റ് ഒരു ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിയായിരുന്നു. ഇപ്പം ഞാൻ ഗായത്രിനെ മീറ്റ് ചെയ്യുമ്പോൾ ഗായത്രി ഒരു ഫാമിലിയോട് കൂടി ഇരിക്കുന്ന ഒരാളാണ്. ഹസ്ബൻഡ് കല്യാണമൊക്കെ കഴിഞ്ഞു അല്ലേ. അപ്പം അതൊരു ഭയങ്കര മാറ്റമാണ്. സാധാരണ ഗേൾസിനെ സംബന്ധിച്ച് ബാച്ചിലർ ലൈഫും അതേപോലെ മാരീഡ് ലൈഫും നല്ല വ്യത്യാസം ഉണ്ടായത് എല്ലാവരും പറയുന്നത്. അപ്പോൾ അത് ഗായത്രീൻ്റെ കരിയറിനെ എങ്ങനെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് ആദ്യത്തെ ഡയറക്റ്റ് ആൻസറാണ്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഈ ഫുൾ ജേണിയിൽ എൻ്റെ കൂടെ ഉണ്ടായ ആളെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ എൻ്റെ എല്ലാ ചേഞ്ചസും കണ്ടിട്ടുണ്ട്. ഞാൻ കരിയറിൽ ചേഞ്ച് ചെയ്യുന്നത് അവർ കണ്ടിട്ടുണ്ട്, കൂടെ ഉണ്ടായിരുന്നു. എല്ലാ സപ്പോർട്ടിനും കൂടെ ഉണ്ടായത് കൊണ്ടാണ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എൻ്റെ കൂടെ അത്രയും സപ്പോർട്ടായി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വരെ എത്താൻ പറ്റിയത്. കാരണം UAE പോകുന്ന കാര്യമാണെങ്കിലും ഒറ്റയ്ക്കാണ് പോകുന്നത് അറിയാം. അത് എല്ലാവരും സമ്മതിച്ചു. അത് സമ്മതിക്കാൻ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. നമ്മൾ സമ്മതിക്കലോ അതൊരു ബോണ്ടിന്റെ ആയിരിക്കും. നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്, നമ്മൾ നല്ല സുഹൃത്തുക്കളായിട്ടാണ് വിവാഹത്തിലോട്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ
നമുക്കറിയാം ഈ ചെയ്യാൻ പോകുന്ന കാര്യം. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതവിടെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പം എനിക്കിതൊക്കെ ചെയ്യാൻ എപ്പോഴും അതെ, ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വലിയൊരു കാര്യത്തിന് സിമ്പിൾ ആക്കുന്ന ഒരാളാണ്. അപ്പം ചെയ്യാൻ പറ്റുന്നു. അപ്പം ആഫ്റ്റർ മാരേജ്, ബിഫോർ മാരേജ് ഫാമിലിയിൽ കുറെ അഡീഷൻ വന്നു എന്നല്ലാതെ എനിക്ക് ഒരു വലിയൊരു ചേഞ്ചസ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ വർക്ക് എന്താന്ന് കൃത്യമായിട്ട് അറിയാം. ചിലപ്പോൾ ഞാൻ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്, രാവിലെ മുതൽ രാത്രി വരെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പം അതെന്താന്ന് കൃത്യമായി അറിയുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല. അത് നമുക്ക് അജിനോടാണല്ലേ. അതെ, ഞാൻ പേഴ്സണലി പറയാണ്. കാരണം എല്ലാവർക്കും ആ ഒരു സപ്പോർട്ട് കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ ആ ഒരു സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് കരിയറിൽ ഉയർന്നു പോകണമെങ്കിൽ. ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഗായത്രിക്ക് ഉണ്ട്. അത് എനിക്ക് അത് 100% ഉണ്ട്. ആ സപ്പോർട്ടാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സപ്പോർട്ട്. എനിക്കറിയാം, നമ്മൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഫാമിലിയെ നോക്കാൻ ചിലപ്പോൾ പെൺകുട്ടിക്ക് സാധിക്കാതെ വരും. പക്ഷെ ഞാൻ ഏറ്റവും ആദ്യം നമ്മൾ തമ്മിലുള്ള ധാരണ എന്തായിരുന്നു, എനിക്ക് എൻ്റെ ഫാമിലീനെ കല്യാണം കഴിഞ്ഞ് പോയത് കൊണ്ട് 28 വർഷം എന്നെ നോക്കിയ അച്ഛനും അമ്മേനെയും അവിടെ ഉപേക്ഷിച്ചിട്ട് ഇനി അവർ സ്വന്തം ജീവിക്കട്ടെ എനിക്ക് പറ്റും. ഇനിയാണ് ഞാൻ അവരെ നോക്കേണ്ടത്. അവരെ റെസ്റ്റിംഗ് ടൈമാണ് ഇനി അവരെ നോക്കുന്നുള്ളത്. അതിന് എന്നെക്കാളും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അച്ഛന്. അതുകൊണ്ട് എൻ്റെ ഫാമിലിനെ നോക്കാം. ഞാനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എൻ്റെ ജോലി, എൻ്റെ സാലറി ആണെങ്കിലും എൻ്റെ ജോലിയാണെങ്കിലും എൻ്റെ അംബീഷൻ അത് എൻ്റെതാണെന്ന് മനസ്സിലാക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അതിൻ്റെ കൂടെ എനിക്കൊരു ഫാമിലിയും കൂടെ അഡീഷണൽ ആയിട്ട് വന്നു എന്നുള്ളതാണ്. രണ്ട് ഇൻഡിവിജ്വലാണ്, രണ്ട് ഇഷ്ടങ്ങളാണ്, കാര്യങ്ങളാണ്. എല്ലാ കാര്യത്തിലും ഞങ്ങൾ അങ്ങനെയാണ്. ഇപ്പം ഗായത്രി ആയിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 years ആയി എനിക്കും. അല്ലേ, 2017 നമ്മൾ കാണുന്നത്. അപ്പം ഗായത്രിക്ക് ആക്യുറേറ്റിന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയോ? തീർച്ചയായിട്ടും ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യമാണ്. ഞാനീ പറഞ്ഞ പോലെ ഞാൻ എല്ലാ കോണ്ടാക്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. പരിധിയിൽ കൂടുതൽ എൻ്റെ അടുത്ത് കോണ്ടാക്ട്സ് ഉണ്ട്. അതിലെൻ്റെ ഏറ്റവും വലിയ കോണ്ടാക്റ്റ് ആണ് അക്യുറേറ്റ് ആയിട്ടുള്ള ബന്ധം. കാരണം ഞാൻ നാദാപുരം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ആദ്യമായിട്ട് പുറത്ത് വന്നിട്ട് ഞാൻ പരിചയപ്പെടുന്ന ആളുകളാണ് അക്യുറേറ്റിലുള്ളത്. ഞാൻ ആദ്യം പരിചയപ്പെടുന്ന മാമിനെയാണ്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കരിയറിലെ എല്ലാ കാര്യങ്ങളും ഞാൻ മാമിനെ അറിയിക്കാറുണ്ട്. എന്ത് സംഭവിച്ചാലും ഞാൻ ഇന്നേ പോസ്റ്റിലേക്ക് കയറി അല്ലെങ്കിൽ ഇന്നേ ജോലിക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങൾ ഞാൻ മാമിനെ അറിയിക്കാറുണ്ട്. കാരണം അക്യുറേറ്റിൽ എത്തിയത് എൻ്റെ കോളേജിലെ എൻ്റെ ശാരിക മിസ്സാണ്. ഞാൻ എപ്പോഴും പറയും എൻ്റെ ലൈഫ് ചേഞ്ചിങ് അതിന് ഒരു വാക്ക് പറയുന്നത് ശാരിക മിസ്സാണ്. അപ്പം ശാരിക മിസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അക്യുറേറ്റിൽ എത്തുന്നത്. അന്ന് എനിക്കറിയില്ല, ഒന്നും അറിയില്ല, കോഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പം പഠിക്കുമ്പോഴും എനിക്കറിയില്ല, ഒരു വിശ്വാസമായിരുന്നു ജോലി കിട്ടുന്നു. പക്ഷെ ഞങ്ങളെ ഫസ്റ്റ് ബാച്ചാണ് ശരിക്കും പറഞ്ഞ മക്കളെ നോക്കും പോലെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഭക്ഷണം എന്താ രാവിലെ അവിടെ നിന്ന് കഴിച്ചതെന്ന് വരാം മാം രാവിലെ ഒന്ന് ചോദിക്കും ഞങ്ങളടുത്ത്. സഫല മാം ആണെങ്കിലും ഇപ്പോഴും ഞാൻ സഫല മാമുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഞാൻ അനാട്ടമിയുടെ മാമുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പം അന്ന് ഞങ്ങളെ നോക്കിയത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു മാമിനത് അറിയാം. ഒരു ഞങ്ങളെല്ലാവരുടെയും പേഴ്സണൽ കാര്യങ്ങൾ മാമിനെ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു മക്കളെ നോക്കുമ്പോഴാണ് ഞങ്ങൾ അന്ന് നോക്കിയത്. കാരണം മാമിന് അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് ടെൻഷനായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടിയേ പറ്റുള്ളൂ. അതെ അതെ, എന്നാലേ നമുക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. അതെ, നമ്മൾ പക്ഷെ അത്ര ബോധമായിരുന്നില്ല. കാരണം ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ലോകം അറിയാത്ത കുറച്ച് കുട്ടികളായിരുന്നു. അപ്പം പക്ഷെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ളവരായിരുന്നു എല്ലാവരും. ബാച്ചിൽ എല്ലാവരും എങ്ങനെയെങ്കിലും ആരും അങ്ങനെ ഭയങ്കര ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയ ഒരു സ്ഥലത്തുനിന്ന് വരുന്ന ആളുകളായിരുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം പെട്ടെന്ന് ഒരു ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോഴ്സ് ചേർന്നതും. അപ്പം അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും ഞാൻ പറയുന്ന കാര്യമാണ് അക്യുറേറ്റിലെ ഫസ്റ്റ് സ്റ്റുഡൻ്റ് ആണെന്ന്. ഞാൻ അങ്ങനെ തന്നെയാണ് എന്നെ ഇപ്പോഴും പറയാറ്. അങ്ങനെയാണ്. എൻ്റെ അടുത്ത് ആരെങ്കിലും
കോഴ്സിനെ പറ്റി വന്ന് ചോദിച്ചാൽ ചേരുന്നില്ലേ, അക്യുറേറ്റ്, അതെന്റെ പരസ്യമല്ല, എനിക്കറിയാം നമ്മുടെ ഒരു ജോലി കിട്ടും വരെയുള്ള സമയം വരെ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന്, എന്തായാലും മാം കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്ക് തോന്നുന്നു എനിക്കറിയാവുന്ന ഒരുപാട് പേരെ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ആളുകളെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അത് വേറെ ഒരു കാരണം കൊണ്ടല്ല, എനിക്കറിയാം എന്നെ പോലെയാ ഞാൻ അവരെയൊക്കെ കാണുന്നത്. ഇപ്പൊ എന്റെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളെ ഞാൻ കാണുന്നത്, ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതുപോലത്തെ ആളുകളാണ്. ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അന്നത്തെ പോലെയല്ല. ഇനിയും കമ്പനീസ് വരുന്നുണ്ട്. ബാംഗ്ലൂരാണ്, ഇപ്പൊ കോഴിക്കോട് തന്നെ ഒരു കമ്പനി ഇനിയും വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ജോലി കിട്ടും എന്തായാലും, നിങ്ങൾ നല്ലൊരു ഗൈഡൻസിലെത്തുക എന്നുള്ളതാണ് എൻ്റെ എപ്പോഴുള്ള സജഷൻ. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് കറക്റ്റാണ്, ഞാൻ അങ്ങോട്ടാണ്. അത് ഇപ്പൊ ഒരു വേക്കൻസി കണ്ടാലും ഞാൻ ആദ്യം അയച്ചിരുന്നത് മാമിനാണ്. ഗായത്രി എപ്പോ ആണെങ്കിലും എന്നെ, അവളെ ഓരോ കരിയറിൽ മാറ്റങ്ങൾ വരുമ്പോഴും അവൾ എനിക്കൊരു മെസ്സേജ് ആയി, മാം ഞാൻ ഇന്നടുത്തെത്തിട്ടോ. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. അത് ഭയങ്കര സന്തോഷം. ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ കരിയർ ലൈഫിൽ ഞാൻ അനുഭവിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഫിനാൻഷ്യലിനെക്കാട്ടും കൂടുതൽ ഒരുപാട് പേരുടെ എന്താ പറയാ, അവരുടെ ആ കരിയർ ഡെവലപ്മെന്റ് ചെറിയൊരു ഭാഗമാവാൻ നമുക്ക് കഴിഞ്ഞല്ലോ എന്നുള്ളത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. കാണുന്ന ഒരു കുട്ടീനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ ആയിരിക്കും, പക്ഷെ അവളുടെ പുറകിലുള്ളത് ഒരു എൻ്റെ ലൈഫാണ്, ഒരു ഫാമിലി. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കരിയറിൽ എത്തിയോണ്ട് മാറിയത് എൻ്റെ ഫാമിലിയുടെ സ്റ്റാറ്റസ് ആണ്, എൻ്റെ ഫാമിലി, എൻ്റെ പാരൻസിന്റെ സ്റ്റാറ്റസ് ആണ്. അവര് അനുഭവിക്കുന്ന ഒരു ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ട് എൻ്റെ കൂടെ. അപ്പൊ എൻ്റെ മക്കള് അവര് സേഫാണ് എന്നുള്ളത് ഒരു കാര്യമുണ്ട്. എൻ്റെ അച്ഛൻ കല്യാണം പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജോലിക്ക് വേണ്ടി എന്തിനോടും വേറെ എന്തിനും കോംപ്രമൈസ് ചെയ്യണ്ട, ജോലി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയ കാര്യമാണ്. അച്ഛനത് പറയാനുള്ള കാരണം, വേറൊരു ജോലിയാണെങ്കിൽ ചിലപ്പോൾ ഇതിലവള് ജീവിക്കുന്നുണ്ട് എന്ന് തോന്നിയതുകൊണ്ടായിരിക്കും അച്ഛൻ പറഞ്ഞു. അവിടുത്തെ ഓരോ കുട്ടിയും ഒരു കുട്ടിയായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാണുന്നെങ്കിൽ അതിന്റെ പുറകിലുള്ളത് ഒരു ഫാമിലിയാണ്, കുറേ ഫാമിലികളാണ്. ഇപ്പം അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. അതിൽ ഞാൻ നന്ദി പറയുന്നില്ല, അത് അങ്ങനെ എന്റെ ജോബായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത്. അല്ല, അതുകൊണ്ടല്ല, ഞാൻ അതിലൊക്കെ ഓവർവെൽഡ് ആണ് ആ കാര്യത്തിൽ. അതിലൊക്കെ കാരണം എൻ്റെ ലിവിങ് സ്റ്റാറ്റസ് മാറിയത്, എൻ്റെ ഒരു പേഴ്സണാലിറ്റി മാറിയത്, എൻ്റെ ഒരു ലിവിങ് സ്റ്റാറ്റസ് മാറിയത്, എല്ലാത്തിനും കാരണം എൻ്റെ ജോലിയാണെന്ന് ഭയങ്കര വിശ്വാസമുണ്ട്. ഞാൻ ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്ന കാര്യമുണ്ട്, വേറെ എന്ത് പറഞ്ഞാലും എൻ്റെ ജോലിയെ ഞാൻ ഇതാക്കി പറയില്ല, താഴ്ത്തി പറയില്ല. ഞാനത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ്. എന്തോ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കാം ഞാൻ ചെയ്ത ജോലികളൊക്കെ ഇപ്പോഴും ഞാൻ ഇപ്പം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇത് പറയാൻ വേണ്ടി പറയുന്ന അല്ല, അത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ ഓരോ ദിവസം ഓഫീസിൽ പോകുന്നത് ഭയങ്കര സന്തോഷത്തിലാണ്. കേൾക്കുമ്പോൾ തന്നെ സന്തോഷം. ഞാൻ 2 ദിവസം ലീവായിരുന്നു, എന്നിട്ട് ഞാൻ ഓഫീസിൽ പോയി. HR വന്നിട്ട് ഒന്ന് ലീവ് എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ലീവ് എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അത്രയും ഹാപ്പി ആയിട്ടാണ്. ഹാപ്പി ആയിരിക്കട്ടെ, കുറേ ഉയരങ്ങളിൽ എത്തട്ടെ ഗായത്രി. ഗായത്രിന്റെ അൾട്ടിമേറ്റ് എയിം എന്താ കരിയറിൽ? അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? കരിയറിൽ എയിം ഫിനാൻഷ്യലി സെറ്റ് ആവാന്നുള്ളതായിരുന്നു. ഏതെങ്കിലും ഒരു പൊസിഷനോ അല്ല എനിക്ക് അവിടെ എത്തണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നു? ഞാൻ അങ്ങനെ ഒരു പൊസിഷൻ എയിം ചെയ്ത് ജോലി ചെയ്യാറില്ല. പക്ഷെ ഞാൻ ചെയ്ത ജോലിയൊക്കെ എനിക്ക് അതിന്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും എവിടെയാണെങ്കിലും ഞാൻ എൻ്റെ വർക്ക് കൊടുക്കുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യപ്പെടാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു എയിം വെച്ചിട്ട് അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ പറയാ സങ്കടപ്പെടുന്നതിനേക്കാളും നല്ലതാണെന്ന് തോന്നുന്നു. നമ്മൾ 100% കൊടുക്കുക, അതിന്റെ താനെ വന്നോളൂ. അതിന്റെ റിഫ്ലക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അത് ഒരു പകുതിയിൽ മുതലാണ് ഞാനത് പഠിച്ചത്. അപ്പോൾ ഇപ്പോഴും എനിക്കത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വർക്ക് എൻ്റെ 100% ഞാൻ എൻ്റെ ടീമിന് കൊടുക്കുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിലെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഒരു ഇന്റർനാഷണൽ കമ്പനി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹയർ പോസ്റ്റുകൾ അവിടെ ഉണ്ട്. അപ്പം അതിലോട്ട് എത്താൻ വേണ്ടി ഞാനൊന്നും ശ്രമിക്കില്ല. കാരണം
ഞാൻ എൻ്റെ സാലറിയിലും ഞാൻ എൻ്റെ പോസ്റ്റിലും വളരെ സാറ്റിസ്ഫൈഡ് ആണ്, വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഒരു 29 വയസ്സിൽ ഞാൻ ഞാൻ ഏൺ ചെയ്യുന്നത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, സഫീഷ്യൻ്റ് ആണ്, വളരെ സഫീഷ്യൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ. ചെയ്തു, അതൊക്കെ നേടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, എന്തായാലും ഗായത്രി ഇനിയും ഉയരങ്ങളിലെത്തും. ഇതേ മൈൻഡ് സെറ്റോടു കൂടെ, ഇതേ ഇൻതൂസിയാസത്തോടു കൂടെ വർക്ക് ചെയ്യുക. ആക്യുറേറ്റിൻ്റെ എല്ലാ വിശ്വാസവും. താങ്ക് യു സോ മച്ച്.